നടത്തണം. കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഘടകകക്ഷികൾ പോലും ഈ മുഖ്യമന്ത്രിയുടെ രാജി ആഗ്രഹിക്കുന്നു. നേരിട്ടല്ലെങ്കിൽ സ്ഥാനമൊഴിയണമെന്ന അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യം പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത് സജീവമായി കിട്ടുന്ന കാലഘട്ടമാണ്. 1957 മുതൽ ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഗവൺമെന്റും ഇതുപോലെ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഭരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന മറുപടി പറയാൻ മന്ത്രിമാർക്ക് പോലും സാധിക്കാത്ത സാഹചര്യം. ഇത്രമാത്രം അധപ്പതിച്ച ഒരു ഭരണ സംവിധാനം, തകർന്നടിഞ്ഞൊരു ഭരണ സംവിധാനം, ഇത്രമാത്രം അധപ്പതിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇത്രമാത്രം ദുഷ്കരമായ ഒരു ജീവിതക്രമം ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. ഇവിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസോ ഘടകകക്ഷികളോ UDF ഉന്നയിക്കുന്നതല്ല. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പൊതുസമൂഹത്തിന്റെ മുന്നിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് ആവശ്യം ഉന്നയിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു നാം. നമുക്കറിയാമെന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉൾപ്രേരണ നൽകുന്നത്, അതിനുള്ള ചർച്ചകൾ നടക്കുന്നത്, അത്തരം പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ തണൽ നൽകുന്നത്, നിർഭാഗ്യം എന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിലും, വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണെങ്കിലും, സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെങ്കിലും, കള്ളക്കടത്ത് പോലെയുള്ള കുറ്റങ്ങളാണെങ്കിലും, ഇതിനെല്ലാം പ്രേരണയും അതുപോലെ തന്നെ നേതൃത്വവും സംരക്ഷണവും കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇതുപോലെ ഒരു അവസ്ഥ ഇന്ന് വരെ കേരള സമൂഹത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവർ നമ്മൾ മാത്രമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാത്രമല്ല, ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് ഘടകകക്ഷികളാണ്, വിളിച്ചു പറയുന്നത് ഭരണകക്ഷി അംഗങ്ങളാണ്. MLA-മാരടക്കം മന്ത്രിമാരടക്കം പ്രസ്താവന ഇറക്കും. ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ രാജൻ, കേരളത്തിന്റെ ഗവൺമെന്റിൽ 2ാം സ്ഥാനത്താണ് രാജൻ. ആ രാജന്റെ പ്രസ്താവന പരസ്യമായി പത്രത്തിൽ വന്നു. ഞങ്ങൾ പൊറുക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾ പൊറുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ CPI-യുടെ പാർലമെന്ററി പാർട്ടി നേതാവും മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനും ഗവൺമെന്റിലെ 2ാം കക്ഷിയുടെ നേതാവുമായ ശ്രീ രാജനാണ്. ഞങ്ങൾ പൊറുക്കുകയില്ല, ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. എന്താണ് വിടുന്ന പ്രശ്നമില്ലാത്തത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. അതിലൊന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? പൂരം എന്ന് പറയുന്നത് ഓണം പോലെ കേരളത്തിന്റെ വികാരമായി നിൽക്കുന്ന ഒരാഘോഷ പരിപാടിയാണ്. വർഷങ്ങളോളമായി, നൂറ്റാണ്ടുകളായി ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ, കൂട്ടായ്മയുടെ, സഹവർദ്ദത്തിന്റെ, കലാമൂല്യങ്ങളുടെ, ആസ്വാദനത്തിന്റെ എല്ലാം കേന്ദ്രമായി മാറിയ തൃശൂർ പൂരം കഴിഞ്ഞ പ്രാവശ്യം അലങ്കോലപ്പെടുത്തി. അന്ന് മുതൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ കുറ്റവാളികൾ ആരാണ് എന്ന കാര്യത്തിൽ പൂരത്തിന്റെ
സംഘാടകർ എന്ന് വിശേഷിക്കപ്പെടുന്ന ദേവസ്വങ്ങൾക്കോ പൂരത്തിൽ അണിനിരന്ന് കാണാനെത്തിയ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്കോ സംശയമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്? കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുമായി RSSുമായി ഒരു പാലമുണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ADGP ശ്രീ അജിത് കുമാറും ഒത്തുകളിച്ച് നടത്തിയ ഒരു നാടകമാണ്, ഒരു അരങ്ങേറ്റമാണ് പൂരത്തെ അട്ടിമറിച്ചതെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അത് അന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ആക്ഷേപമുന്നയിച്ചവരുണ്ട്, ഒഴിഞ്ഞു മാറിയവരുണ്ട്. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ വീണ്ടും അത് സജീവമായി. അൻവർ എന്ന് പറയുന്ന MLA പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളെ ആവശ്യമുണ്ട്. വളരെ വസ്തുതാപരമായി ഈ പൂരം അട്ടിമറിച്ചതിനെ കുറിച്ച് രാഷ്ട്രീയമായി ആദ്യമായി സംസാരിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. സതീശൻ സംസാരിക്കുക മാത്രമല്ല, സതീശൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, ഇത് നിഷേധിക്കുമെങ്കിൽ ഞാൻ കൂടുതൽ തെളിവുകൾ തരാം, അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആരെ കൊണ്ട് അന്വേഷിപ്പിച്ചു? മുഖ്യമന്ത്രി അന്വേഷിപ്പിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്. ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്? അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളിയായി നിൽക്കുന്ന ADGPയുടെ കീഴിൽ ADGPക്ക് റിപ്പോർട്ട് നൽകേണ്ട ദിവസവും ഇവിടുത്തെ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ADGPക്ക് റിപ്പോർട്ട് നൽകേണ്ട അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് കുറ്റവാളിയെ കണ്ടെത്തും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏത് കാലഘട്ടത്തിൽ നിന്നുണ്ടായിരുന്നു? പോലീസുകാരന്റെ പോലീസ് ADGPയുടെ അന്വേഷണം SP നടത്തണം, SP അന്വേഷിക്കണമെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയും? അപ്പൊ അന്വേഷണത്തെ എന്തിനു മുഖ്യമന്ത്രി ഭയപ്പെടുന്നു? വ്യക്തികളെ ഞാൻ വിടുന്നു. CPI എന്ന് പറയുന്ന ഈ മുന്നണിയിലെ രണ്ടാം ഘടകകക്ഷിയായ CPI അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടി, അവരുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ, ആനി രാജ ഉൾപ്പെടെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ ഉൾപ്പെടെ, അവിടെ മത്സരിച്ച സുനിൽകുമാർ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ നിന്നും ഏതെങ്കിലും വ്യക്തികൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഗൂഢാലോചന എന്താ? ഗൂഢാലോചന വളരെ വ്യക്തമാണ്. ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നതല്ല ഗൂഢാലോചന. RSSുമായി ശ്രീ പിണറായി വിജയൻ നടത്തിയ ധാരണയാണ് ഇതിന്റെ ഗൂഢാലോചന. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്നേഹിതന്മാർ പോലും ഈ സമീപനത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റെന്ന് പറയുന്നത്. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ ഒരു വർഗീയ സംഘടനയുമായി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഒരു യോജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാലമുണ്ടാക്കുന്നതിന് വേണ്ടി പൂരം പോലെയുള്ള പൈതൃകമായ നമ്മുടെ ആചാരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയന് മാപ്പ് കൊടുക്കണമോ എന്നതാണ് കേരളത്തിലെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നം. വിജയൻ വ്യക്തപരമായി ഇന്ന് മറുപടി പറഞ്ഞിട്ടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരും എന്ന് ഇന്നലെ പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ശ്രീ ADGPയെ കുറിച്ച് ADGP റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ ADGPയുടെ വിചിത്രമായ റിപ്പോർട്ട്? തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു, അദ്ദേഹമാണ് കുറ്റക്കാരൻ. ചോദ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അന്നേ ദിവസം ഈ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി, പൂരത്തിന്റെ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി ADGP കുറ്റപ്പെടുത്തിയിരിക്കുന്ന കമ്മീഷനല്ല, സാക്ഷാൽ ADGP ശ്രീ അജിത് കുമാർ തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. അപ്പൊ അജിത് കുമാർ തന്നെ തൃശ്ശൂരിൽ വന്ന് ക്രമീകരണം നടത്തേണ്ട ഉത്തരവാദിത്തമുള്ള അജിത് കുമാർ ഇപ്പോൾ പറയുന്നത് എന്റെ കീഴിലെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ ഭരണപരമായ പരാജയക്കുറവാണ്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള പരാജയക്കുറവാണ് ഇതിന്റെ കാരണം എന്ന് പറയാൻ ഇതിൽ ആരാണ് കുറ്റവാളി, എന്താണ് കുറ്റവാളി? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം ഏർപ്പെടുത്തുന്നില്ല? ഘടകകക്ഷികൾ പറഞ്ഞിട്ടും അന്വേഷണം ഏർപ്പെടുത്തുന്നില്ല. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു അന്തർനാടകം നടക്കും.
ഇതിപ്പോൾ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പറയുന്നു, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കാപട്യം നടത്തുന്ന വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. RSSുമായി BJPയുമായി ഏറ്റവും കൂടുതൽ ചങ്ങാത്തമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഞാൻ വേണ്ടി പറയുന്നു, ഏക കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീ പിണറായി വിജയൻ. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി നടത്തുന്നു? ഇപ്പോൾ ഇതിലെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ശ്രീ ലോറൻസ് ചേട്ടന്റെ ഒരു ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. എന്തിനാ BJPയുമായി ശ്രീ വിജയന് ധാരണയുണ്ടാക്കുന്നത്? സ്വന്തം മൃതശരീരം കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ലോറൻസ് ചേട്ടന്റെ മൃതശരീരം പോലും വിട്ടുകൊടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തിന് പോലും എതിരായി നിന്ന BJPയുടെ പ്രേരണയാണ് അതിന്റെ പിന്നിലുള്ളെങ്കിൽ ആ BJP എന്തിനു വേണ്ടി ന്യായീകരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ തയ്യാറാകുന്നു? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന വ്യാപകമായി നടക്കുന്ന അക്രമങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, കേസുകളുണ്ട്, തീവ്രവാദ കേസുകൾ, പോസ്കോ കേസുകൾ, പീഡന കേസുകൾ, അക്രമ കേസുകൾ, പട്ടാപ്പകൽ കൊല നടത്തുന്ന കൊലപാതക കേസുകൾ. ഏത് കേസാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപറ്റം അധികാര പ്രമത്തത കൊണ്ട് ഈ കേരളത്തിൽ താണ്ഡവ നൃത്തം നടത്തുന്ന ഈ സംഘത്തിന്റെ പിന്തുണയില്ലാത്ത ഏതെങ്കിലും കേസുകൾ കേരളത്തിലുണ്ടോ? ഏത് കേസിന്റെയും അറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആരാ? ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ. ആ പാർട്ടി നേതാക്കന്മാർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടാണ്. ഞങ്ങൾക്ക് ആരോടെങ്കിലും വ്യക്തിപരമായി വിരോധത്തിന് പേരിൽ ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നതല്ല. ഞങ്ങൾക്ക് ആരെയും ന്യായീകരിക്കേണ്ട പ്രശ്നമില്ല. പക്ഷെ കേരളത്തിന്റെ പൊതു സ്വത്തെന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിന്റെ പൊതുസ്വത്തെന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനവും ഇന്ന് ഇവിടത്തെ അഴിമതിക്കാർക്ക്, സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക്, അതുപോലെ കൊലപാതകർക്ക്, പോസ്കോ കേസിന്റെ ഉത്തരവാദികൾക്ക്, സാമൂഹ്യ വിരുദ്ധർക്ക്, അഴിഞ്ഞാട്ടം നടത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ഞങ്ങൾ പറയുന്നതാണ്, ഈ മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടോ? ഇവിടെ ഹേമ കമ്മിറ്റി വന്നു. ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആര് കുറ്റക്കാർ എന്നതിനെ കുറിച്ച് കമ്മിറ്റി തീരുമാനിക്കട്ടെ. പക്ഷെ അക്ഷന്തിമമായ ഒരു കുറ്റം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് പരാതി. ഞങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും നടീനടന്മാരുടെ വേവലാതികൾ കേട്ടുകൊണ്ടല്ല ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത്. ഇത്രയും ഗുരുതരമായ ഗൗരവമേറിയ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് 4 വർഷക്കാലം അത് പൂർത്തിവെച്ചു എന്ന കുറ്റമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത്. അവിടെയാണ് മുഖ്യമന്ത്രി കുറ്റക്കാരനാകുന്നത്. ആക്ഷേപം ഉന്നയിച്ച ആരോപണ വിധേയരായ നടന്മാർക്കോ നടിമാർക്കോ എതിരെയുള്ള വേവലാതി കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതല്ല. ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് തന്നെ നിയോഗിച്ച ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി അതിന്റെ ഫൈൻഡിങ്സ് ഉൾപ്പെടെ അതിന്റെ നിഗമനങ്ങൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് 5 വർഷക്കാലം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന്റെ ഉത്തരവാദി ആര്? എന്തിനു വേണ്ടി പൂഴ്ത്തിവെച്ചു? അപ്പൊ ഒന്നുകിൽ ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കുറ്റക്കാരെ ന്യായീകരിക്കാൻ, അതല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ സ്വാഭാവികമായും അതിനേക്കാൾ വലിയ കോളിളക്കം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുമണ്ഡലത്തിലും ഉണ്ടാകും എന്നതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭയമാണ്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇത് കാണിക്കുന്നത്? അന്വേഷണം നേരിടാൻ എന്തിന് മുഖ്യമന്ത്രി മടിക്കുന്നു? ഇവിടെ RSSുമായി ശ്രീ പിണറായി വിജയന് ബന്ധമുണ്ട് എന്നത്, അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നത് പൂരത്തിന്റെ അട്ടിമറിയിലൂടെയല്ല. എത്രയോ നാളുകളായി ഇവിടെ അന്വേഷണം നടക്കുന്നു. ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, NIAയുടെ അന്വേഷണം, EDയുടെ അന്വേഷണം, CBIയുടെ അന്വേഷണം, കള്ളക്കടത്ത് കേസുമായി അന്വേഷണം നടന്നു. ഈ അന്വേഷണം നടന്നിട്ട് അന്വേഷണത്തിന് ഒരു പരിധിവരെ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല?
SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് 38 പ്രാവശ്യമാണ്. എന്താ SNC ലാവ്ലിൻ കേസ്? SNC ലാവ്ലിൻ കേസിൽ CBI കൊടുത്തിരിക്കുന്ന പെറ്റീഷനാണ്. തുടരന്വേഷണം വേണം. നമ്മളത് കൊടുത്തതല്ല. CBI തന്നെ കൊടുത്തിരിക്കുന്ന ഒരു അന്വേഷണം, ഒരു പരാതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. CBIയുടെ അഡ്വക്കേറ്റ് കയറി ഇതിനെക്കുറിച്ച് തുടരന്വേഷണം വേണമെന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞാൽ സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് എടുക്കേണ്ട തീരുമാനം ഞങ്ങൾ അതിന് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ഒരു കേസ് ഡിസ്പേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം 38 പ്രാവശ്യമായി CBIയെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ച് ഇതിന്റെ കേസിൽ ഹാജരാകാതെ പോകുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, മുഖ്യമന്ത്രി ഭയപ്പെടുന്നു, മുഖ്യമന്ത്രി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് നടത്തി പൂരത്തെ പോലും അട്ടിമറിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുന്നത് എന്തിനു വേണ്ടിയാ? അദ്ദേഹത്തിന്റെ ഭയമാണ്. കാരണം ED അന്വേഷിച്ച, CBI അന്വേഷിച്ച പല മുഖ്യമന്ത്രിമാരും അകത്ത് പോയി കിടക്കുമ്പോൾ തങ്ങൾക്കകത്ത് പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ BJPയെ പ്രീണിപ്പിക്കാൻ, RSSനെ പ്രീണിപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ എടുക്കുന്ന സമീപനത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റമാണ് കേരളം കാണുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹിതന്മാർ പോലും ആലോചിക്കണം, ഇതെന്തിനു വേണ്ടി? ഇന്ന് എത്രയോ കേസുകൾ പറയുന്നു. കേരളത്തിലേക്ക് പുറത്തു വരുന്ന കേസുകൾ എന്താ? പോലീസാണ് രാജ്യത്തിന്റെ സമാധാനം പാലിക്കേണ്ടവർ. ഇന്ന് ഏറ്റവും വലിയ കുറ്റവാളികളായി നിൽക്കുന്നത് ആരാ? കേരള സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി നിൽക്കുന്ന ADGP ആണ്. ഏതെങ്കിലും കള്ളനോ ഏതെങ്കിലും കൊലപാതകിയോ അല്ല. കേരള സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി ജനങ്ങൾ നോക്കിക്കാണുന്ന ADGP ആണ്. ADGP ഏറ്റവും വലിയ കുറ്റവാളിയാണെങ്കിൽ പിന്നെ പോലീസിൽ നിന്ന് എന്ത് നീതി ലഭിക്കും ഈ നാട്ടിലെ ആളുകൾക്ക്? കള്ളക്കടത്ത്, കസ്റ്റംസ് പിടിക്കുന്നില്ല. കള്ളക്കടത്ത് കസ്റ്റംസ് അല്ല, കടത്തിവിടുന്നു പോലീസിന്റെ സഹായത്തോടു കൂടി. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സ്വർണം പിടിച്ചതായ റെക്കോർഡുണ്ടാക്കി പകുതി സ്വർണം അവിടെ കൊടുക്കുന്നു, പകുതി സ്വർണം വിൽക്കുന്നു, അത് പങ്കുവെക്കുന്നു. ആര്? ആക്ഷേപണം ഉണ്ടായത് ആരുടെ പേരില? ഏതെങ്കിലും കള്ളക്കടത്ത് സ്വർണ്ണ വ്യാപാരികളുടെ പേരിലല്ല, കേരളത്തിന്റെ പോലീസിന്റെ പേരിലാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇന്ന് വരെ വളരെയേറെ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തനത്തിൽ ശക്തമായ പിന്തുണ കൊടുത്ത് സാമൂഹ്യ വിരുദ്ധരെ അതിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പോലീസിന് നിർദ്ദേശം കൊടുത്ത് പോലീസിനെ പോലും കള്ളന്മാർക്കും കള്ളക്കടത്തിനും കൂട്ടുനിർത്തുന്ന തരത്തിൽ കേരളത്തിന്റെ നീതിബോധത്തെ തകർത്ത ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുന്നു, ശ്രീ പിണറായി വിജയന് ഒരു നിമിഷം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല. നമ്മളത് മൈക്കിലൂടെ പറഞ്ഞത് കൊണ്ട് ശ്രീ വിജയൻ രാജിവെക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാജിവെച്ചില്ലെങ്കിലും വിജയന് പുറത്തു പോകേണ്ടി വരും. അത് പുഴുത്തു നാറി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തും പുറത്തു പോകേണ്ടി വരും. കാരണം കേരളം അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ